വെള്ളവും ഭക്ഷണവും തടഞ്ഞതിനു പിന്നാലെ ഗസയിൽ വൈദ്യുതി കൂടി വിച്ഛേദിച്ച് സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഇസ്രായേൽ. സമ്പൂർണ്ണമായി വെടിനിർത്താതെ ഒരു ബന്ദിയെയും വിട്ടുതരില്ല എന്ന് ഹമാസും. ദോഹയിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുമ്പോൾ ആരാണ് കീഴടങ്ങുക? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഗസയിൽ 10 ദിവസം മുമ്പ് ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചു. സ്വാഭാവികമായും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടിയിരുന്നു. 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിനാണ് നേരത്തെ തന്നെ ഇസ്രായേലും ഹമാസും ധാരണയിൽ എത്തിയിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നായിരുന്നു കരട്. നെറ്റ്സരീം ഇടനാഴി ഉൾപ്പെടെ ഗസയിൽ നിന്ന് സമ്പൂർണ്ണമായി ഇസ്രായേൽ സേന പിൻവാങ്ങുകയും വേണം. അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു ഇപ്പോൾ തയ്യാറല്ല. യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിൻ്റെ ഭരണം തുലാസിലാകും. എന്നാൽ ഹമാസിൻ്റെ കൈകളിലുള്ള ബന്ദികളെ വിട്ടുകിട്ടുകയും വേണം. ഇതിനുള്ള സമ്മർദ്ദമാണ് നെതന്യാഹു പുറത്തെടുക്കുന്നത്. ഗസയിലേക്ക് ഒരു സഹായവും കടത്തിവിടാതെ റഫ അതിർത്തി തടഞ്ഞു ഇസ്രായേൽ. അതോടെ ഗസയിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. റമദാൻ കാലത്ത് പട്ടിണിയിലാണ് ഗസക്കാർ. ഗസയിലെ 20 ലക്ഷം വരുന്ന മനുഷ്യർ പൂർണ്ണമായും ആശ്രയിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ഭക്ഷണത്തെയും അവശ്യവസ്തുക്കളെയുമാണ്. വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ എത്തിയ ഭക്ഷണവസ്തുക്കൾ മുഴുവൻ വിതരണം ചെയ്ത് കഴിഞ്ഞതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു. ചികിത്സക്കുള്ള അവശ്യ സാധനങ്ങളും ഗസയിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല. അതിന് പുറമെയാണ് ഇപ്പോൾ വൈദ്യുതി കൂടി കട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഗസയിലെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. ഗസയിലെ ജീവധാര അടയുന്ന പോലെയായി. പക്ഷേ രണ്ടാം ഘട്ട വെടിനിർത്തലിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന നെതന്യാഹുവിൻ്റെ നിലപാടിൽ അമേരിക്കയ്ക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് അമേരിക്ക നേരിട്ട് ഹമാസുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഹമാസ് അമേരിക്കയുടെ ഭീകര പട്ടികയിൽ ഉൾപ്പെട്ട സംഘടനയാണ്. എന്നിട്ടും ചരിത്രത്തിൽ ആദ്യമായി ഹമാസുമായി US നേരിട്ട് ചർച്ച നടത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് വൈറ്റ് ഹൗസ് തന്നെയാണ്. അമേരിക്കൻ പൗരത്വമുള്ള ബന്ദികളെ അടക്കം മോചിപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഇക്കാര്യത്തിൽ ഇസ്രായേൽ കടുത്ത അമർഷത്തിലാണ്. ഇസ്രായേലിനെ മറികടന്ന് ട്രംപ് നടത്തുന്ന ഈ നീക്കത്തിൽ ഇസ്രായേൽ മന്ത്രിമാർ തന്നെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു. എന്നാൽ അമേരിക്കയുടെ പ്രതിനിധി ആദം ബോലർ മറുപടി നൽകിയത് ഇസ്രായേൽ മന്ത്രിമാരുടെ വിമർശനം തങ്ങൾക്ക് പ്രശ്നമല്ല, അമേരിക്കക്ക് സ്വന്തം താൽപ്പര്യങ്ങളുണ്ട്, ആ താൽപ്പര്യങ്ങൾ വേഗത്തിൽ നേടാൻ ചിലപ്പോൾ ഇടപെടും എന്നാണ്. ഇസ്രായേലി മാധ്യമമായ ഹാരിസ് നെതന്യാഹുവിന് ഒരു മുന്നറിയിപ്പ് നൽകി. സെലൻസ്കിയെ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറക്കിവിട്ട ട്രംപിന്റെ നടപടി നെതന്യാഹുവിന് ഒരു പാഠമാണ് എന്നായിരുന്നു മുന്നറിയിപ്പ്. അമേരിക്ക ഇങ്ങനെ സ്വന്തം നിലയിൽ പോകുന്നത് കണ്ടാണിപ്പോൾ നെതന്യാഹു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ദോഹയിലാണ് ചർച്ച. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് മധ്യസ്ഥ റോളിലുള്ളത്. ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ ദോഹയിലെത്തി. നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഉപദേശകൻ ഓഫിർ ഫാൽക്കും ഇസ്രായേൽ സംഘത്തിലുണ്ട്. ചർച്ചയോട് തുറന്ന മനസ്സാണ് ഉള്ളത് എന്ന് ഹമാസ് പ്രതികരിച്ചു. എല്ലാ ബന്ദികളുടെയും മോചനം ഉറപ്പുവരുത്തുകയാണ് ട്രംപിൻ്റെ നയമെന്നും ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നും അമേരിക്കയും പ്രതികരിക്കുന്നു. ഇനി ആരാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നതാണ് ചോദ്യം. സമ്പൂർണ്ണ വെടിനിർത്തൽ ഇല്ലാതെ ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാകുമോ? ബന്ദികളെ കിട്ടാൻ യുദ്ധം നിർത്താൻ നെതന്യാഹു വഴങ്ങുമോ? കാത്തിരിക്കാം.